മുകളിൽ എമിഗ്രേഷനിൽ പോയപ്പോഴാണ് പറഞ്ഞു ഇന്നമാതിരി ഒരു വർഷമായിട്ട് 5000 റുപ്യ ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജയിലിൽ വന്ന് അപ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിച്ചിട്ട് കോടതി പോയിട്ട് ക്ലിയർ ആക്കിയിട്ട് വരാനാണ് പറഞ്ഞത്. ദുരിതത്തിനു മേൽ ദുരിതത്തിലാണ് അജ്മാനിലെ ഈ കഫ്തീരിയ ജീവനക്കാരൻ. 4 മാസം മുമ്പ് ജോലി പോയി. കഴിഞ്ഞ ദിവസമാണ് കിഡ്നി തകരാറിലാണെന്ന പരിശോധനാ ഫലം വന്നത്. തുടർച്ചയായി ഡയാലിസിസിന് വിധേയനാകണമെന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നാട്ടിലേക്ക് പുറപ്പെട്ടത്. സുഹൃത്തിന് പണം കടം വാങ്ങാൻ ജാമ്യം നിന്നതിൻ്റെ പേരിൽ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലാണ് തൃശൂർ സ്വദേശിയായ ഹനീഫ. സുഹൃത്ത് കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാത്തതിനാൽ ജാമ്യം നിന്ന ഹനീഫയ്ക്കെതിരെ കേസുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദുബൈ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ അധികൃതർ ഇദ്ദേഹത്തിന് യാത്രാ വിലക്കുണ്ടെന്ന് അറിയിച്ചത്. 35,000 ദർഹംസ് സൂപ്പർ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അത് വേറെ ആളുടെ പേരിലാണ് എടുത്തത്. അപ്പോൾ അടയ്ക്കാൻ 20,000 റുപ്യ ആയപ്പോൾ കട പൊളിഞ്ഞപ്പോൾ ആൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അയാളിനെ ജയിലിൽ പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് സൈൻ ചെയ്ത് കൊടുത്തതാണ്. അതാണ് വിഷയമായത്. കൊല്ലം സ്വദേശിയായ സുഹൃത്തിന് സൂപ്പർ മാർക്കറ്റ് നടത്തിപ്പിന് 30,000 ദിർഹം കടം വാങ്ങാനാണ് ഇദ്ദേഹം ജാമ്യം നിന്നത്. പക്ഷേ സ്ഥാപന നടത്തിപ്പ് പരാജയപ്പെട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി സുഹൃത്ത് ജയിലിലായി. ഇനി കോടതി വഴി പിഴയടച്ചാൽ മാത്രമേ തൃശൂർ ചേലക്കര സ്വദേശിയായ ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാനാവൂ. 2,500 കെട്ടിക്കഴിഞ്ഞാൽ പോകാം. 2-ാം തീയതിയാണ് ക്ലിയറാക്കാൻ പറഞ്ഞത്. പിന്നെ അസുഖത്തിൻ്റെത് ഒരു 1.5 മാസം ആയിട്ടുള്ളൂ അറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് 1 മാസം ഷാർജ അൽ ഖാസിമിൽ കിടന്നത്. അപ്പോൾ 10 ഡയാലിസിസ് ചെയ്തു. അപ്പം ഇനി ഡോക്ടർ പറഞ്ഞ് നാട്ടിൽ പോയിട്ട് ചെയ്യാനാണ്. നാട്ടിൽ സ്വന്തമായി വീട് പോലുമില്ലാത്ത പ്രവാസിയാണ് ഹനീഫ. ചികിത്സയ്ക്കായി വാടകയ്ക്ക് വീടെടുത്ത് മടങ്ങുമ്പോഴാണ് ജാമ്യം നിന്നതിൻ്റെ പേരിലെ യാത്രാവിലക്ക്. ഒപ്പമുണ്ടായിരുന്ന മകനെ അധികൃതർ നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. പക്ഷേ 7 മാസം മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറിയ മകൻ പിതാവിൻ്റെ ചികിത്സയ്ക്ക് ഒപ്പം പോകാൻ അവധി ചോദിച്ചതിൻ്റെ പേരിൽ മകനും ജോലി നഷ്ടമായി. പിഴയടക്കാനും യാത്രയ്ക്ക് പകരം ടിക്കറ്റ് എടുക്കാനും ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് രോഗത്തിൻ്റെ വേദനയ്ക്കിടയിലും മുഹമ്മദ് ഹനീഫ. അജ്മാനിൽ നിന്നും യാസിർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1.